ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ 3-ാം വാക്യം. വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു എന്നാണ് ഇവിടെ ഇയ്യോബ് പറയുന്നത്. നമുക്ക് ഇയ്യോബിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എന്താണ് ഈ കഷ്ടരാത്രി? ശരിക്കും ഈ രാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇരുട്ട് നിറഞ്ഞൊരു സമയമാണ്. അപ്പോൾ പേടിപ്പിക്കുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒത്തിരി ഭയം തോന്നുന്നൊരു സമയമാണ്. ഇപ്പോൾ രാത്രി 1 മണിക്ക് ഒറ്റയ്ക്ക് ഈ റോഡിലൂടെ നടക്കുക എന്ന് പറയുമ്പം നമുക്ക് എന്താണെങ്കിലും നമ്മുടെ മനസ്സിലൊരു പേടി ഉണ്ടാവും. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ വരുമോ, അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വരുമോ എന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പം പാമ്പ് കടിക്കാൻ വരുമോ, അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു രാത്രി എന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വെളിച്ചമില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പേടി തോന്നും. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയമാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടരാത്രി എന്ന് പറയുന്നത് എന്താണ്? നമുക്കതിനെ സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ലൈഫിലുള്ളൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, അവന് മാനസികമായി ഉണ്ടാകുന്നൊരു പീഡ, അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്നൊരു പ്രയാസം, ആത്മീകമായി ഉണ്ടാകുന്നൊരു ശൂന്യത, അതിനെ നമുക്ക് കഷ്ടത എന്ന് പറയാം, അല്ലെങ്കിൽ കഷ്ടരാത്രി എന്ന് പറയാം. നമ്മളതിനെ സൈക്കോളജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇപ്പം എൻ്റെ ലൈഫിൽ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനെല്ലാം, എൻ്റെ ലൈഫിലുണ്ടായിരുന്ന പ്ലാനൊക്കെ തകർന്നു. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം എനിക്ക് ഒത്തിരി ഹോപ്പുണ്ടായിരുന്നു അത് കിട്ടുമെന്ന്. പക്ഷെ അത് എൻ്റെ ലൈഫിൽ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തുവാ, അയ്യോ അത് നടന്നില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു വിഷമം തോന്നും. അങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ടാവാം. അങ്ങനെ നമ്മുടെ മെൻ്റലി നമ്മൾ തന്നെ നമ്മളെ സ്ട്രെസ് ചെയ്യുവാണ്. അതാണ് ഒരു സൈക്കോളജിക്കലി ഉണ്ടാകുന്ന ഒരു കഷ്ടരാത്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്പിരിച്വലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇപ്പം എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ആത്മാവിന് ആ ഒരു അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ആത്മാവ് കടന്നു പോകുന്ന ഒരു പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അതിനെ നമുക്ക് സ്പിരിച്വലായിട്ട് ചിന്തിക്കാം. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളുണ്ടാവും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒന്നും കേൾക്കുന്നില്ലല്ലോ, എന്തായിരിക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, അങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവാം. ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. അതാണ് നമ്മൾ സ്പിരിച്വലി ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു കഷ്ടരാത്രി. ഇനി പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു രോഗം വന്നു, ഒരു മാരകമായൊരു രോഗം വന്നു, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഫൈനാൻഷ്യലി ഇപ്പോൾ നമുക്ക് ഒരു ക്രൈസിസ് വന്നു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാറ് വന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്നു. ഇപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു പാൻഡമിക് വന്നു, പുതിയൊരു വൈറസിനെ കണ്ടുപിടിച്ചു, അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കഷ്ടതകളാണ് പ്രാക്ടിക്കലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ട്രെയിനിനകത്ത് യാത്ര ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിൻ ഒരു ടണലിനകത്ത് കയറി, അല്ലെങ്കിൽ ഒരു തുരങ്കത്തിൽ കയറി. അപ്പോൾ ഈ തുരങ്കത്തിന് ഒത്തിരി നീളം ഉണ്ടെന്ന് വിചാരിക്കുക, കിലോമീറ്ററുകളോളം നീളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് തുരങ്കത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിനകത്ത് ഫുള്ള് ഇരുട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തോ തോന്നും, ഭയം തോന്നും. പക്ഷേ നമ്മൾ ഒരിക്കലും ട്രെയിൻ തുരങ്കത്തിൽ കയറി അയ്യോ ചുറ്റും ഇരുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ട്രെയിനിനകത്തുനിന്ന് പുറത്തോട്ടെടുത്ത് ചാടാറുണ്ടോ? നമ്മൾ ആരും ചാടാറില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചാടാത്തത്? കാരണം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നത് ഒരു തുരങ്കത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ടണലിലൂടെയാണ്. അപ്പം ഈ തുരങ്കത്തിനൊരു അവസാനമുണ്ടെന്ന് നമുക്കറിയാം ഇല്ലേ. തുരങ്കം അവസാനിച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു വെളിച്ചമുണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഇരുട്ടെന്ന് പറയുന്നത് ഒരു കുറച്ച് സമയത്തേക്കുള്ളതാണ്. അതായത് ഈ തുരങ്കം ഒന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുട്ട് മാറും. അതിനപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് വെളിച്ചം കാണാം എന്ന് നമുക്കറിയാം. ഓക്കെ,
അപ്പം നമുക്കൊരു ട്രെയിനിൽ കയറുമ്പോൾ നമുക്കറിയാം അതിന് അവസാനമുണ്ട്, അല്ലെങ്കിൽ ആ തുരങ്കത്തിനൊരു അവസാനമുണ്ട്, അതിനപ്പുറത്തൊരു വെളിച്ചമുണ്ടെന്ന് നമുക്ക് ഉത്തമമായ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാമായിട്ട് ട്രെയിനിനകത്ത് ഇരിക്കുന്നത് അല്ലേ. നമുക്ക് ഭയമുണ്ടെങ്കിലും, നമുക്ക് ഇരുട്ടിനോട് ഭയമുണ്ടെങ്കിലും നമ്മളവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത് നമുക്ക് ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കഷ്ടതകളും ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു പകലുണ്ടായി കഴിഞ്ഞാൽ ഒരു രാത്രി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് രാത്രിയിലാണ്. എനിക്കറിയാം എന്തായാലും നാളെ നേരം വെളുക്കും, നാളെ പകൽ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാലും എനിക്ക് ഭയമില്ല. കാരണം നാളെ ഒരു രാവിലെ ഉണ്ടാവുമല്ലോ, നാളെ ഒരു പകലുണ്ടാകുമല്ലോ, നാളെ ഒരു വെളിച്ചം ഉണ്ടാകുമല്ലോ എന്നൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ രാത്രിയും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് നമ്മൾ കണ്ടത്, ഇയ്യോബ് പറയുവാണ്, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു എന്ന്. എന്തോ ശരിക്കും ഈ ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞത്? കാരണം ഇയ്യോബിൻ്റെ ലൈഫിൽ നടന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. എത്രയോ വലിയൊരു കോടീശ്വരനായ ഒരു മനുഷ്യനാണ് ഇയ്യോബ്. നല്ലൊരു കുടുംബനാഥനാണ്, കുറേ മക്കളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് വലിയൊരു സാക്ഷ്യം പ്രാപിച്ചവനാണ്. ദൈവം പോലും ഇയ്യോബിനെക്കുറിച്ച് പറയുന്നു, വലിയൊരു ദൈവഭക്തനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനുമായ ഒരു മനുഷ്യനാണെന്നൊക്കെ ദൈവം പോലും സാക്ഷ്യം പറയുന്നവനാണ്. അങ്ങനെയുള്ള ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കഷ്ടരാത്രി അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതുവരെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ ഒറ്റ ദിവസം ഡെഡ് ബോഡികളായിട്ട് മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. ഏതെങ്കിലും ഒരപ്പൻ ആ വേദന സഹിക്കാൻ പറ്റുമോ? എല്ലാ മക്കളും ഒരുപോലെ മരിച്ച് ഇങ്ങനെ മുന്നിൽ കിടക്കുക. അതുമാത്രമാണ്, തൻ്റെ സമ്പത്തെല്ലാം പോയി, തൻ്റെ ആടുമാടുകളും തൻ്റെ സമ്പത്തും തൻ്റെ ദാസന്മാരും തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇതൊന്നും പോരാഞ്ഞിട്ട് ശരീരം മുഴുവൻ വ്രണവുമായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ദിവസമെങ്കിലും ഈ മനുഷ്യന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, കാരണം ദേഹത്ത് മുഴുവൻ വ്രണങ്ങളാണ്. ഒന്ന് നേരെ കിടക്കാൻ പറ്റില്ല, ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. ശരീരത്തിൻ്റെ വേദന ഒരു സൈഡിൽ, പിന്നെ അതുമാത്രമാണോ, മനസ്സിൻ്റെ വേദന, തൻ്റെ മക്കൾ മരിച്ച വേദന, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന, അങ്ങനെ പല പ്രയാസങ്ങളാണ് ഇപ്പോൾ ഇയ്യോബ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും സമ്പത്തും ധനവും മാനവും ഒക്കെ ഉള്ളൊരു മനുഷ്യനും ഒറ്റ ദിവസം കൊണ്ട് സകലവും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഒരു വട്ടപൂജ്യമായി തീരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തൻ്റെ ശരീരത്തിന് സുഖമില്ല, മനസ്സിന് സുഖമില്ല, ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. നമ്മുടെ ലൈഫിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെയും കുറ്റം പറഞ്ഞേനെ, ദൈവത്തെയും കുറ്റം പറഞ്ഞേനെ, പിശാചിനെയും കുറ്റം പറഞ്ഞേനെ അല്ലേ, എല്ലാവരെയും കുറ്റം പറഞ്ഞേനെ നമ്മൾ. പക്ഷേ ഇവിടെ ഇയ്യോബ് പറയുവാണ്, ഇയ്യോബ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുന്നു. ഇത്രയും സംഭവിച്ചിട്ടും ഇയ്യോബ് പറയുവാണ്, എന്നെ കൊന്നാലും ഞാൻ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു ദൈവത്തോടുള്ള വിശ്വാസമാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രയും തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും താൻ പറയുവാണ്, ഈ കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. എന്താണ് ഈ ഓഹരി എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് പറയാം ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് കിട്ടുന്ന ഒന്നായിരിക്കണം ഓഹരി. ഇപ്പം എൻ്റെ അപ്പന് ഒരുപാട് സ്വത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു വിഹിതം എനിക്ക് തരുവാണ്. അപ്പോൾ ഞങ്ങൾ 2 മക്കൾക്കൊരു വിഹിതം തരുവാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ അപ്പൻ്റെ സ്വത്തിനകത്തുനിന്ന് ഒരു വിഹിതം എനിക്ക് കിട്ടാൻ പോകുന്നു, എനിക്ക് എൻ്റെ ഓഹരി എനിക്ക് കിട്ടും അല്ലേ. അവൻ്റെ ഓഹരി, എൻ്റെ ബ്രദറിനുള്ള ഓഹരി അവന് കിട്ടും, എൻ്റെ ഓഹരി എനിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ ഓഹരി എനിക്ക് കിട്ടാൻ പോകുന്നു എന്ന് ആലോചിക്കും, അല്ലെങ്കിൽ എനിക്കുള്ള എൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ ഇയ്യോബ് പറയുവാണ്, തനിക്കുണ്ടായിരിക്കുന്ന കഷ്ടരാത്രി തനിക്ക് ഓഹരിയാണെന്ന്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇയ്യോബ് ഇതിനെ ഓഹരി എന്നുള്ള വാക്കായിട്ട് പറയുന്നത്? അപ്പോൾ നമുക്കൊരു സ്വത്ത്
അപ്പൻ അളന്നാണ് കൊടുക്കുന്നത്. അപ്പം 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും അത് അളന്നായിരിക്കും അപ്പൻ കൊടുക്കുന്നത്. അപ്പം ഇയ്യോബിനറിയാം ദൈവം എനിക്ക് തന്ന കഷ്ടതയും ഒരളവിലാണ് തന്നിരിക്കുന്നത്. ഇതിനപ്പുറത്ത് എനിക്ക് എന്തോ ഒരു കാര്യമുണ്ടെന്ന് ഇയ്യോബിനൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രത്യാശ ഉണ്ടായതുകൊണ്ടായിരിക്കാം താൻ എന്ത് ചെയ്തത്, ആ ഒരവസ്ഥയിൽ ദൈവത്തെ തള്ളിപ്പറയാതിരുന്നത്. അതുമാത്രമല്ല, ഇയ്യോബ് ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവം തന്നു ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയും കഷ്ടതയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുവാണ്, ദൈവം തന്നെയല്ലേ എൻ്റെ മക്കളെ തന്നത്, ദൈവം തന്നെയാണ് എൻ്റെ സമ്പത്ത് തന്നത്, ഈ കാണുന്നതെല്ലാം തന്നത് ദൈവമാണ്. അപ്പം ദൈവം തന്നതുകൊണ്ട് ദൈവം എടുത്തു. അപ്പം ഇത്രയും അതായത് ആ ഒരു പ്രത്യാശയുള്ള മനുഷ്യൻ, നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പ്രത്യാശയാണ് ഇയ്യോബിനുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയിലും ഈ കഷ്ടത നിറഞ്ഞ രാത്രിയിലും ജീവിതം മുഴുവൻ ഇരുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇയ്യോബിൻ്റെ ലൈഫിൽ ഇരുട്ടല്ല സംഭവിച്ചത്. അതിനപ്പുറത്ത് എല്ലാ കഷ്ടതകളും മാറി അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം ദൈവം കൊടുത്തു. തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ് ദൈവം എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തത്? കാരണം തനിക്കറിയാം, അതായത് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ദൈവം തിരിച്ചു തരുമെന്നുള്ള ആ ഒരു പ്രത്യാശ തനിക്കുള്ളത് കൊണ്ട്, ദൈവത്തോടുള്ള വിശ്വാസം കൈവിടാതെ ദൈവത്തെ തള്ളിപ്പറയാതിരുന്നത് കൊണ്ടാണ് ഇയ്യോബിന് തൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം കാണാൻ പറ്റിയത്, തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് കിട്ടിയത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്കിപ്പം പകൽ സമയത്ത് നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും രാത്രി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മൾ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ, നമുക്ക് ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് നിൽക്കുന്നുണ്ട് അല്ലേ? ചന്ദ്രനാണെങ്കിൽ നല്ല തിളക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് പകൽ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നില്ല. പകൽ വെളിച്ചത്തിലും അവരെല്ലാം അതുപോലെ അവിടെ ഉണ്ട് അല്ലേ? ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളൊക്കെ രാത്രിയിലും ഉണ്ട്. പല ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇതൊന്നും നമുക്ക് പകൽ സമയത്ത് കാണാൻ പറ്റുന്നില്ല. സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്, മേഘങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ രാത്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കുറച്ചും കൂടി ഭംഗി തരുന്ന കാര്യങ്ങളാണ് അല്ലേ? പക്ഷെ ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇരുട്ടാണ്. പക്ഷേ ഇരുട്ടാണെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പല അനുഗ്രഹങ്ങളും പല കൃപകളും നമുക്ക് ലഭിക്കുന്നത് ഈ കഷ്ടരാത്രിയിൽ തന്നെ ആയിരിക്കും. നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു, നമ്മൾ തനിച്ചായി എന്ന് നമ്മൾ വിചാരിക്കും. ഇയ്യോബിനെ തൻ്റെ കൂട്ടു സഹോദരന്മാരൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? നീ ചെയ്ത തെറ്റു കാരണമാണ് നിനക്കിങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയ്യോബിനെ പലരും കുറ്റപ്പെടുത്തി. തൻ്റെ ഭാര്യ പോലും പറഞ്ഞു, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ വിട്ടുകളയാൻ പറഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇയ്യോബിനറിയാം, ഈ രാത്രി കഴിഞ്ഞാൽ, ഈ കഷ്ടരാത്രി കഴിഞ്ഞാൽ എനിക്കൊരു പകൽ വരുന്നുണ്ടെന്ന് ഇയ്യോബിനറിയാവുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചത്. അതുകൊണ്ട് ദൈവം അവനെ മാനിച്ചു. തനിക്ക് വേണ്ടി തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മുൻപേ നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. പലപ്പോഴും നമ്മൾ പല കഷ്ടതയിലൂടെയും കടന്നു പോകേണ്ടി വരും. പല രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമ്മൾ തനിച്ചായിരിക്കും, നമ്മുടെ കൂടെ ആരുമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ വചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഭക്തന്മാർ തൻ്റെ കഷ്ടരാത്രികളിൽ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. കർത്താവ് ഉൾപ്പെടെ പലരും രാത്രിയിൽ ഒറ്റയ്ക്കായി പോയിട്ടുണ്ട്. അവരെ സഹായിപ്പാനൊന്നും മറ്റൊരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ പറ്റി. കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ അവർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ഇരട്ടിയായി ലഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും എല്ലാം എന്താണ്? നാളെ നമുക്ക് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഈ ഒരു കഷ്ടതയിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കതിനെ ജയിക്കാൻ പറ്റും. അപ്പോൾ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.